بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. ഏറെ സ്നേഹമുള്ള സ്റ്റേജിലും സദസ്സിലുമായിരിക്കുന്ന കാരണവന്മാരെ, പണ്ഡിതന്മാരെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിൻ്റെ ഈ കരുണച്ചി സലഫി മസ്ജിദ് മഹല്ലിൻ്റെ അല്ലെങ്കിൽ മഹല്ല് സംഗമത്തിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടന സംസാരം നിർവഹിച്ച മലപ്പുറം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി ബഹുമാന്യനായ അബ്ദുൾ റഷീദ് മാസ്റ്റർ കാരപ്പുറം, ഇതിൻ്റെ അധ്യക്ഷൻ ഈ മഹലിലെ പള്ളിയുടെ സെക്രട്ടറിയായ ബഹുമാന്യനായ KB അലവി സാഹിബ്, സ്വാഗത ഭാഷകൻ ജിംഷാദ് സലഫി. ഒരു മഹല്ല് സംഗമമാവുമ്പോൾ ഈ മഹലിലെ നിവാസികളും ഇതിൻ്റെ ഭാരവാഹികളും എല്ലാവരും മഹലിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് ഒത്തുചേർന്നിട്ടുള്ള സഹോദര സഹോദരിമാരുടെ, നമ്മുടെ മക്കളുടെ, നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഒരു കുടുംബ സംഗമമാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ള കമ്മിറ്റി ഭാരവാഹികളുണ്ട്. ഒരു ചെറിയ സ്റ്റേജ് ആയതുകൊണ്ട് ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് സ്റ്റേജിലിരിക്കുന്നത്. ഇങ്ങനെ ഒരു മഹല്ല്, ഇങ്ങനെ ഒരു പള്ളി കെട്ടിപ്പടുക്കാൻ, ഇതിനെ സക്രിയമാക്കാൻ, ഇതിനെ സജീവമാക്കാൻ പടിയെടുത്ത കുറേ മനുഷ്യർ ഈ സദസ്സിലുണ്ട്. പലരും നമ്മെ വിട്ടു പിരിഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ, 6 അടി മണ്ണിലേക്ക്, ബർസഖിലേക്ക് യാത്ര പോയ, ഈ പള്ളിയുമായി സഹകരിക്കുകയും ഇതിൻ്റെ ഭാരവാഹികളായി ജീവിക്കുകയും ഈ മഹലിനെ ശാക്തീകരിക്കാൻ വേണ്ടി പാടുപെട്ട് പണിയെടുക്കുകയും ചെയ്ത ആ ജ്യേഷ്ഠ അനിയ സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മഹല്ല് സംഗമം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെയും ഒരു ആനന്ദത്തിൻ്റെയും ഒരു കുളിർമ, അങ്ങനെ ഞാൻ പറയാൻ കാരണം, ഒരു 10-400 പേര് വന്നാൽ ഇരിക്കാവുന്ന പള്ളിയുടെ മുറ്റം, അൽഹംദുലില്ലാ പുരുഷന്മാരെക്കാൾ എത്രയോ സ്ത്രീകൾ ഈ ഭാഗത്തിരിക്കുന്നു. അതിന് പറ്റാവുന്ന വിധത്തിൽ മഴവെള്ളവും വെയിലും കൊള്ളാതെ നമുക്കിരിക്കാൻ പറ്റിയ മനോഹരമായ ഒരു കൊച്ചു ഓഡിറ്റോറിയം തന്നെ നമ്മുടെ ഈ മുറ്റത്ത്, ഈ പള്ളിയുടെ മുറ്റത്ത് സംവിധാനിക്കുന്നതിൽ പങ്കുവഹിച്ചവരാണ് നമ്മളെല്ലാവരും. ഒരു ചില്ലറ കാശ് പോലും
പുറത്തുനിന്ന് സ്വീകരിക്കാതെ നമ്മുടെ മഹല്ലിലെ മുഴുവൻ ആളുകളും ഒരുമിച്ചു നിന്നതാണ് ഈ കാണുന്ന സംവിധാനങ്ങളെല്ലാം ഉണ്ടായത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഏതാനും വർഷമായി അല്ലെങ്കിൽ മാസങ്ങളായി പള്ളിയുടെ ഉള്ളറകളിൽ മാറ്റമുണ്ടായി. മനോഹരമായ കാർപ്പറ്റുകൾ പള്ളിയിൽ വിരിച്ചു. ഈ മുറ്റത്ത് ചെളിയാകാതിരിക്കുവാൻ സംവിധാനിക്കുന്ന ഈ കട്ട വിരിച്ചു. ഞാനിത് പറയുന്നത് ഇവരെ ഓർക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടിയാണ്. അതിലേക്ക് ഒരു ചെറിയ കാശ് കൊടുത്തവർക്ക് പോലും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. അത് നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമായി. നാം ഇവിടെ ഒരുമിച്ചു ചേർന്ന് സംസാരിക്കുമ്പോൾ നമുക്കിരിക്കാനുള്ളൊരു വേദിയായി മാറി. പിന്നിൽ അതിനുവേണ്ടി പണിയെടുത്ത മുഴുവൻ ആളുകൾക്കും അല്ലാഹു അർഹമായ ഏറ്റവും യോജിച്ച പ്രതിഫലം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളി ആരാണ് പ്രിയപ്പെട്ടവരെ നടത്തേണ്ടത്? പള്ളിയുടെ കമ്മിറ്റി ആരാവണം? ഇതൊക്കെ മഹല്ല് സംഗമത്തിൽ എന്തിനാ പറയുന്നത്? പുതുതലമുറ ഇത് കേട്ടു വളർന്നു വലുതാകുന്നവരാണ്. പുതുതലമുറ എന്നത് നാളെ സലഫി മസ്ജിദിന്റെ ചുക്കാൻ പിടിക്കേണ്ടവരാണ്. തൗഹീദിന്റെ വെളിച്ചം പരിസര പ്രദേശത്തേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ശ്രമകരമായ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടേണ്ടവരാണ് നമ്മുടെ കൊച്ചനുജന്മാർ. അതുകൊണ്ട് ഈ ഭാരവാഹിത്വം എന്ന ചുക്കാൻ പിടിച്ചുകൊണ്ട് തല ഉയർത്തി നിന്ന് ഈ കരുനച്ചി, പള്ളിപ്പടി, എറനാടമ്പാടമൊക്കെയുള്ള ഇങ്ങോട്ട് പെരുങ്കുളം, ബാർബർമുക്ക് വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഈ പള്ളിയിലേക്ക് മഹല്ല് നിവാസികളായി വരുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹുവിന്റെ ദീനിന്റെ വെളിച്ചം അവർക്ക് എത്തിച്ചു കൊടുക്കുകയും അതിന് ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്ന ഒരു ടീം ഇവിടെ വളർന്നു വരണം. അതിനാ ഞാൻ പറയുന്നത് ആരായിരിക്കണം പള്ളിയുടെ ഭാരവാഹികൾ. അത് ഞാൻ എന്റെ ഇഷ്ടപ്രകാരം പറയുകയല്ല. ഖുർആൻ പറഞ്ഞ കൃത്യമായ പ്രയോഗമുണ്ട്. ആരാണ് പള്ളി നടത്തി മുന്നോട്ട് പോവേണ്ടത്? ആരായിരിക്കണം അതിന്റെ സെക്രട്ടറി? ആരായിരിക്കണം അതിന്റെ പ്രസിഡന്റ്? ആരായിരിക്കണം അതിന്റെ ട്രഷറർ? ആരായിരിക്കണം അതിന്റെ വൈസ് പ്രസിഡന്റുമാർ, ജോയിന്റ് സെക്രട്ടറിമാർ, മെമ്പർമാർ? ആരാണ് അതിന് യോഗ്യതയുള്ളവരെന്ന് ഖുർആൻ പറഞ്ഞു. എന്താ ഖുർആൻ പറഞ്ഞത്? ഇതെന്തിനാ മഹല്ല് നിവാസികളെ നമ്മൾ കേൾക്കുന്നത്? നമ്മുടെ കുട്ടി ആ യോഗ്യതയിലേക്ക് വരണം. ഒരു ഭാരവാഹിത്വത്തിന്റെ കസേരയിൽ ഇരിക്കാനല്ല. നാളെ ലോകരക്ഷിതാവായ റബ്ബ് വാഗ്ദാനം ചെയ്ത സ്വർഗമെന്ന് പറയുന്ന ലോകത്ത് ഒരു വീട് കിട്ടാൻ കാരണമാകുന്ന ഭൂമിയിലെ ഒരു കൊച്ചു പള്ളിയുടെ നിർമ്മാണമുണ്ടല്ലോ. അത് നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഒരു വീട് കിട്ടാൻ കാരണമാണ് എന്ന് പഠിപ്പിച്ചത് തെറ്റുപറ്റാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സ്വർഗത്തിൽ ഒരു വീട് കിട്ടാൻ കാരണമാകുന്ന ഒരു കുരുവിക്കൂടിന്റെ അത്ര വലിപ്പമുള്ള പള്ളി നിങ്ങൾ ഉണ്ടാക്കിയാൽ അവന് വേണ്ടി അല്ലാഹു സ്വർഗത്തിൽ വീട് പണിയുമെന്ന് കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചതാണ്. ആ പള്ളി മനോഹരമായി കൊണ്ട് നടക്കണം. അതുകൊണ്ട് ആരാ പള്ളി നടത്തേണ്ടത്? ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളി. അത് നേതൃത്വം നൽകി കൈകാര്യം ചെയ്തു പോകേണ്ട ആളുകൾ, അവർക്കുണ്ടാകേണ്ട ക്വാളിറ്റി എന്താണ്? അവർക്കുണ്ടാകേണ്ട ഗുണം എന്താണ്? ഒന്ന്, മന്നാമന ബില്ലാഹ്, പള്ളിയിൽ വരുന്നവരൊക്കെ വിശ്വാസികളാവണം. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളല്ല. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളല്ല. എന്നാൽ ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും മുസ്ലിങ്ങളാണ്. അതിൽ തർക്കമേ ഇല്ല. മുസ്ലിം എന്ന് പേരിട്ടത് കൊണ്ട് അവന്റെ ഐഡന്റിറ്റി കാർഡിൽ, അവന്റെ തിരിച്ചറിയൽ രേഖകളിൽ, അവനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും രേഖകളിൽ, റെക്കോർഡുകളിൽ മുസ്ലിം എന്ന് പേരിട്ടത് കൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ കോടതിയിൽ അവൻ മുസ്ലിമായി നാളെ ചെല്ലണമെന്നില്ല. അതുകൊണ്ട് അല്ലാഹു തആലയുടെ പള്ളി, റബ്ബിന്റെ വീട്, അത് നയിക്കേണ്ടത്, നേതൃത്വം നൽകേണ്ടത് മന്നാമന ബില്ലാഹ്, അല്ലാഹുവിൽ നേരാവണ്ണം വിശ്വാസമുള്ളവനാണ്. വൽ യൗമിൽ ആഖിർ, പരലോകത്തിലും നേരാവണ്ണം വിശ്വാസം വെച്ച് പുലർത്തുന്നവനാണ്. വഅഖാമ സ്വലാ, നമസ്കാരം നിർവഹിക്കുന്നവനെന്നല്ല,
നമസ്കാരം അതിന്റെ കൃത്യതയോടുകൂടി നിലനിർത്തുന്നവനാകണം. ളുഹറുണ്ട്, അസറില്ല, മഗ്രിബുണ്ട്, ഇശാ ഇല്ല, സുബഹിയില്ല. അങ്ങനെയുള്ള ഒരുത്തൻ പള്ളിയുടെ ഭാരവാഹിയായി കൂടാ. പള്ളിയുടെ നേതൃത്വം വഹിക്കുന്നവനിൽ പെട്ട് അവൻ ചെന്ന് അവൻ സ്ഥാനം വഹിച്ചുകൂടാ. കാരണം നമസ്കാരം നിലനിർത്തുന്നവനാകണം. അവിടെ പ്രയോഗിച്ച വാക്ക് വഅഖാമ സ്വലാ, നമസ്കാരം നിലനിർത്തുന്നവനാകണം. സകാത്ത് കൊടുക്കാൻ അവൻ അവകാശമുണ്ടെങ്കിൽ അവൻ സകാത്ത് കൊടുക്കുന്നവനാകണം. 100 രൂപയുടെ 250, 1000ന്റെ 25, 10,000ന്റെ 250, 1,00,000ന്റെ 2,500 കൊടുക്കാൻ അവൻ അവകാശപ്പെട്ടവനാണെങ്കിൽ അത് കൊടുക്കുന്നവനാകണം. പള്ളിയുടെ ഭാരവാഹിയായി കടന്നു വരേണ്ടത്. ഇത് ഖുർആനാണ് പ്രയോഗിക്കുന്നത്. വലം യഖ്ശ, അവൻ ഭയപ്പെടാൻ പാടില്ല. ഇല്ലല്ലാഹ്, വലം യഖ്ശ ഇല്ലല്ലാഹ്, റബ്ബിനെ അല്ലാതെ മറ്റൊരാളെയും അവൻ പേടിക്കുകയില്ല. അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, പ്രശ്നമേ ഇല്ല. അവൻ അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടുന്നില്ല. ഈ ക്വാളിറ്റി ഉള്ളവനാകണം പള്ളിയുടെ ഭാരവാഹിയാകേണ്ടത് എന്ന് അള്ളാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. അത് നമ്മൾ ഓർക്കണം. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന നമ്മുടെ മക്കൾ വളർന്നു വരണം. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പറഞ്ഞു എന്നറിഞ്ഞാൽ അത് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ളവനായി മാറണം. ഞാൻ വീണ്ടും ആവർത്തിക്കുക, മന്നാമന ബില്ലാഹ്, അള്ളാഹുവിൽ നേരാവണ്ണം വിശ്വാസം വെച്ച് പുലർത്തുന്നവനാകണം. വൽ യൗമിൽ ആഖിർ, പരലോകമെന്ന് പറയുന്ന ഭയാനകമായ റബ്ബിന്റെ നീതിപൂർവമായ ഒരു കോടതിയുണ്ടല്ലോ. ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരെ, പെങ്ങന്മാരെ, മാതൃതുല്യരായ ജ്യേഷ്ഠത്തിമാരെ, പെങ്ങന്മാരായ സഹോദരിമാരെ, മക്കൾക്ക് തുല്യരായ കൊച്ചു പെൺകുട്ടികളെ, ഇപ്പുറത്തിരിക്കുന്ന അനിയന്മാരെ, നമ്മൾ ഓർക്കുക, പരലോകമെന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഒരു ലോകമുണ്ടല്ലോ, നീതിപൂർവമായ റബ്ബിന്റെ കോടതി. ആ കോടതിയെ പേടിക്കുന്നവരും ഭയപ്പെടുന്നവരുമാകണം. ഏതു ഇരുട്ടിന്റെ മറവിലും ഞാൻ ജീവിച്ചു മുന്നോട്ട് പോകുമ്പോ, ഇതാ എന്റെ മുമ്പിൽ കള്ളത്തരങ്ങൾക്ക് അവസരമുണ്ടായി വരുമ്പോ, എന്റെ മുമ്പിൽ പടച്ചവന്റെ നിയമങ്ങളെ തെറ്റിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായി വരുമ്പോ, എന്റെ കണ്ണുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കടന്നു വരുമ്പോ, എന്റെ കരങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോ, എന്റെ കാൽപാദങ്ങളെ പടച്ചവന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയാതെ വരുമ്പോ, ഓർക്കണം, ഞാനും നിങ്ങളും വരാനിരിക്കുന്ന പരലോകമുണ്ടല്ലോ. ഇവിടുത്തെ 20 കൊല്ലമോ 30 കൊല്ലമോ 40 കൊല്ലമോ 50 കൊല്ലമോ അല്ല. പള്ളിപ്പടി എന്ന് പറയുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ നാട്ടിലുണ്ടെങ്കിൽ, മരണം ഇവിടെയാണെങ്കിൽ ചെന്ന് കിടക്കാനുള്ള നമ്മുടെയൊക്കെ മുൻഗാമികളായ ആളുകൾ എല്ലാവരും പണം ശേഖരിച്ച് ഒരുമിച്ച് വാങ്ങിയ ആ പള്ളി കബറിടം ഒരുക്കി വെച്ചിട്ടുള്ള സ്ഥലമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അവിടെ 6 അടി മണ്ണിൽ ചെന്ന് കിടക്കാനുള്ളവനാണ് ഞാൻ. ആരുമില്ല. 6 അടി താഴ്ചയുള്ള കുടിയിലേക്ക് ഇറക്കി വെച്ച് ചെരിച്ചു കിടത്തി മൂടുകല്ല് വെച്ച് മണ്ണ് വാരിയിട്ട് ബാക്കി മണ്ണ് തൂമ്പ കൊണ്ടും കൈക്കോട്ട് കൊണ്ടും നീക്കി ഒരു കബർ, ഒരു ചാൺ ഉയരത്തിൽ മണ്ണ് മൂടിയിട്ട് കാലിന്റെയും തലയുടെയും ഭാഗത്ത് കബറാണെന്നറിയാൻ കല്ലടയാളം വെച്ച് തസ്ബീഹ് ചൊല്ലി തിരിച്ചു പോരുമ്പോ ആ കബറിടത്തിൽ നമ്മൾ ഒറ്റക്കാം. ആ ബോധമാണ് മനുഷ്യനെ നന്നാക്കുന്നത്. ആ ബോധമാണ് മനുഷ്യനെ സ്വഭാവിയാക്കി മാറ്റുന്നത്. ആ ബോധമാണ് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നത്. ആ ബോധമാണ് വിട്ടുവീഴ്ച ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ആ ബോധമാണ് പ്രിയപ്പെട്ടവരെ ചതിക്കില്ല, വഞ്ചിക്കുകയില്ല എന്ന് എന്റെ മനസ്സുകൊണ്ട് ഉറപ്പിക്കാൻ പറ്റുന്ന ബോധം. ആ ബോധത്തിലേക്ക് നമ്മൾ വരണം. അവിടെ റബ്ബിനെ അല്ലാതെ മറ്റൊരാളെയും പേടിക്കാത്തവനായി ജീവിക്കണം. ഈ ക്വാളിറ്റി ഉള്ളവനാണ് പള്ളിക്ക് നേതൃത്വം നൽകേണ്ടത് എന്ന് സർവശക്തനായ അല്ലാഹു തആല എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പള്ളിയിൽ 150 മെമ്പർമാരുണ്ട്, 200 മെമ്പർമാരുണ്ട്, അല്ലെങ്കിൽ 200 കുടുംബമുണ്ട്, 500 ആളുകളുണ്ട്, 600 ആളുകളുണ്ട്. ആളുകളുടെ എണ്ണത്തിന്റെ പെരുപ്പമല്ല പ്രശ്നം. മറിച്ച് ഈ പള്ളിയിൽ മെമ്പർമാരായ നമുക്ക് സെൽഫി മസ്ജിദ് എന്ന് പറയുന്ന, ഞാനൊക്കെ ചെറിയ കുട്ടികളായിരിക്കെ അപ്പുറത്തുള്ള പള്ളി കണ്ട്, അങ്ങനെയാണ് നമ്മളെ സെൽഫി മസ്ജിദ്. ഇത് വലിയ പാരമ്പര്യമുള്ള പള്ളിയാണ് അല്ലേ പ്രിയപ്പെട്ടവരെ. പിന്നീട് ഇങ്ങോട്ട് മാറിയിട്ട് തന്നെ എത്രയോ വർഷങ്ങൾ കടന്നുപോയി. ഇങ്ങനെയുള്ള ഒരു പള്ളിയോട് കരുനച്ചി
സലഫി മസ്ജിദിന്റെ മഹല്ലിൽ മെമ്പർമാരായവരെ ഈ പള്ളിയോട് നിർവഹിക്കുവാനുള്ള ധാർമ്മികമായ റെസ്പോൺസിബിലിറ്റി എന്താണ്, ഉത്തരവാദിത്തം എന്താണ്? ആ ചോദ്യത്തിനൊരു ഉത്തരമുണ്ട്. ആ ഉത്തരമാണ് നമസ്കാരത്തിന് പടച്ചവന്റെ വീടാകുന്ന ഈ വീട് ഏതെങ്കിലും ഒരാളുടെയോ ഒരു സംഘത്തിന്റെയോ വീടല്ല. ഇത് നേതൃത്വം നൽകാൻ ഒരു കമ്മിറ്റി ഉണ്ട് എന്ന് മാത്രം അല്ലേ. ഇത് മുജാഹിദ് പള്ളി എന്ന് നമ്മൾ അറിയപ്പെടാൻ വേണ്ടി പറയുന്നു എന്നതല്ലാതെ ഇത് റബ്ബിന്റെ വീടാണ്. ഇത് റബ്ബിന്റെ വീടാണ്. ആ വീട്ടിൽ ഞാനും നിങ്ങളും നിർവഹിക്കേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്തം എന്താണ്? എപ്പോഴെങ്കിലും പള്ളിയിലേക്ക് വരിക എന്നതല്ല. ജമാഅത്തിന് കൃത്യമായി നാട്ടിലുണ്ടെങ്കിൽ, മുഖീമാണെങ്കിൽ, മുസാഫിർ അല്ലെങ്കിൽ, യാത്രക്കാരനല്ലെങ്കിൽ, രോഗിയല്ലെങ്കിൽ, ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ വീട്ടിൽ ഈ പള്ളിയിലോ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിലോ അല്ല, നാം ഇടക്കരയിലാണെങ്കിൽ അവിടെയുള്ള പള്ളിയിലോ, നാം പാലേമാടാണെങ്കിൽ അവിടെയുള്ള പള്ളിയിലോ ജമാഅത്തിനെത്തുക എന്നത് പള്ളിയോട് നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ബാധ്യതയാണ്. നെഞ്ചത്ത് കൈവച്ച് ചോദിക്കണം. ഈ പള്ളിയിലെ മെമ്പർമാർ പള്ളിയുടെ മുറ്റത്ത് നിറഞ്ഞിരിക്കുമ്പോ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ അള്ളാഹുവിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് നിറഞ്ഞിരിക്കുമ്പോ എന്റെ ഭർത്താവ് പള്ളിയോടുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവനാണോ? എന്റെ മകൻ പള്ളിയോടുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവനാണോ? എന്റെ മൂത്ത മകന് 18 വയസ്സായി, എന്റെ മൂത്ത മകന് 25 വയസ്സായി. ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റുകൾ അവൻ വാരിക്കൂട്ടിയ ട്രോഫികളുടെയും മൊമെന്റോകളുടെയും അല്ലേ, അവൻ വാരിക്കൂട്ടിയ സർട്ടിഫിക്കറ്റുകളുടെയും അതെല്ലാം അലങ്കാരമായി അലമാരയിൽ സൂക്ഷിച്ചു വെച്ചപ്പോ എന്റെ മോന് ഡിഗ്രി ഉണ്ടെന്ന് പറയുമ്പോ, ബിരുദാനന്ദ ബിരുദമുണ്ടെന്ന് പറയുമ്പോ, ഒരുപാട് ട്രോഫികൾ, ഒരുപാട് മൊമെന്റോകൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് അവകാശപ്പെടുമ്പോ എന്റെ മകൻ പള്ളിയോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നവനാണോ എന്ന് ഇപ്പുറമുള്ള സഹോദരിമാർ മകനെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, മക്കളെ കുറിച്ച്, അതേ ഇവിടെ ഇരിക്കുന്ന ജേട്ടന്മാർ അനിയന്മാർ ജേട്ടന്മാരെ കുറിച്ച് ആലോചിക്കണം. ഇത് പള്ളിയോടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ എനിക്കെന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? പള്ളിയുടെ ഭാരവാഹികളും പള്ളിയുടെ മെമ്പർമാരും ഒക്കെ ഓർക്കേണ്ട ഒന്ന്, ഒരു മഹല്ല് സംഗമം എന്ന നിലക്ക് എന്റെ വീട്ടിൽ 3 കല്യാണം കഴിഞ്ഞു. പടച്ചവൻ ഇഷ്ടപ്പെടുന്നതാണോ? എന്റെ വീട്ടിൽ 2 കല്യാണങ്ങൾ കഴിഞ്ഞു. റബ്ബിന് ഇഷ്ടപ്പെട്ട വിധത്തിലാണോ? എന്റെ വീട്ടിൽ 1 കല്യാണം കഴിഞ്ഞു. റബ്ബിന് ഇഷ്ടപ്പെട്ട വിധത്തിലാണോ? ഒരുപാട് ആളുകൾ വന്നു എന്നതല്ല, ആള് കുറഞ്ഞു എന്നതല്ല, അതിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടാണോ ഞാൻ ചെയ്തിട്ടുള്ളത്? സാമ്പത്തികം നിങ്ങളെ അനുവദിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ധാരാളം ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നതിന് വിരോധമില്ല. പക്ഷെ പടച്ചവൻ ഇഷ്ടപ്പെടാത്ത നല്ല ഖുതുബ മലയാളത്തിൽ കേട്ടിട്ടും ഹൃദയങ്ങളിലേക്ക് തുളച്ച് കയറുന്ന തൊടുത്തുവിട്ട അമ്പ് പോലെ വാക്കുകൾ ഇങ്ങനെ കർണപുടങ്ങളിൽ, ചെവികളിൽ വന്ന് തുളച്ചു കയറി വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിൽ ചെന്ന് അതേ പാറയിൽ കൊത്തിയിട്ട വാക്കുകളെ പോലെ ആ നെഞ്ചിടത്തിൽ ചെന്ന് കയറിയിട്ടും ആ തലച്ചോറിൽ അത് ശക്തമായ വാക്കായി പ്രതിധ്വനിച്ചിട്ടും എന്റെ വീട്ടിൽ ഒരു കല്യാണ തലേ ദിവസം ഒരു ഗാനമേള സംഘടിപ്പിച്ച് പടച്ചവൻ ഇഷ്ടപ്പെടാത്ത ഒന്നായി എന്റെ വീട്ടിലെ കല്യാണം മാറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദികൾ? പ്രിയപ്പെട്ടവരെ, കേൾക്കാത്തത് കൊണ്ടാണോ? പറയാത്തത് കൊണ്ടാണോ? ഓർമ്മപ്പെടുത്താത്തത് കൊണ്ടാണോ? ഇതൊക്കെ ഒരു മഹല്ല് സംഗമത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ദൂർത്തുകൾ കടന്നു വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് സാമ്പത്തികമുണ്ടോ? നിങ്ങൾ 500 പേരെ വിളിക്കാൻ വിചാരിച്ചത് 1000 പേരെ വിളിച്ചോ, പ്രശ്നമില്ല. നിങ്ങളുടെ സന്തോഷമാണ്, പങ്കാളികളാക്കിക്കോ. പക്ഷെ പടച്ചവൻ ഇഷ്ടപ്പെടാത്ത ഒന്ന് എന്റെ വിവാഹത്തിന്റെ പേരിൽ, എന്റെ മോന്റെ വിവാഹത്തിന്റെ പേരിൽ, എന്റെ മോളുടെ വിവാഹത്തിന്റെ പേരിൽ കടന്നു വരാൻ പാടില്ല. എനിക്ക് വലുത് പരലോകമാണ്. പൊങ്ങച്ചം വേണ്ട, ഗർവ് വേണ്ട. നല്ല കുപ്പായം വാങ്ങിക്കോ, നല്ല ചെരുപ്പ് വാങ്ങിക്കോ, നല്ല ഷൂ വാങ്ങിക്കോ, നല്ല വീട് കെട്ടിക്കോ. വീട്ടിൽ ആളുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് റൂം കെട്ടിക്കോ, പിന്നെ അധികവും റൂം കെട്ടിക്കോ. അതിഥികൾക്ക് വേണ്ടി നീ ഒരു റൂമെങ്കിലും കെട്ടണമെന്നതാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിന്റെ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 5ാമത്തെ റൂം കെട്ട്. എന്തിന്? അതിഥിക്ക് വേണ്ടി ഒരു റൂം നീ മാറ്റി വെക്കണം എന്നതാണ് അള്ളാഹുവിന്റെ ദീന് നമ്മളെ പഠിപ്പിച്ചത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, വീട്ടിൽ എത്ര പേരുണ്ടോ അതിനേക്കാൾ അധികം റൂം കെട്ടാമെന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ ദീനിന്റെ ഭാഗമായി നമ്മളെ പഠിപ്പിച്ചതാണ്. അതൊന്നും ഇസ്ലാം എതിർത്തിട്ടില്ല. നല്ല വീട് കെട്ടാം, നല്ല വസ്ത്രം വാങ്ങാം, നല്ല ചെരുപ്പ് വാങ്ങാം,
കീറിപ്പറിഞ്ഞ കുപ്പായവുമായി സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ നബിയുടെ മുമ്പിൽ പള്ളിയിൽ വന്നപ്പോൾ നബി ചോദിച്ചു, എന്താ അങ്ങനെയെന്ന് ചോദിച്ചിട്ടില്ലേ? അപ്പൊ അയാൾ പറഞ്ഞ മറുപടി എന്താ? നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബി പറഞ്ഞ മറുപടി എന്താ അറിയോ? എനിക്ക് ഭൂമിയോട് അത്ര താല്പര്യമില്ല, ഞാനൊരു സുഹൃദിലാണ്, ഒരു വിരക്തിയിലാണ്, ഞാൻ പരലോകത്തെ ഓർത്തിട്ട് ഡ്രസ്സൊന്നും ഒരു പ്രശ്നമില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞ പാടില്ല, അള്ള തന്നതാണ്, അത് അഭിമാനത്തോടു കൂടി അണിയാനാണ് പഠിപ്പിച്ചത്. അതിലൊന്നും ഇസ്ലാം എതിർത്തിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, ഒരു വിവാഹത്തിന്റെ പേരിൽ ഒരു പൊങ്ങച്ചം കടന്നു വരാറുണ്ടോ? ഒരു ഗർവ് കടന്നു വരാറുണ്ടോ? ഒരു വമ്പ് കാട്ടാനുള്ള ശ്രമം നടത്താറുണ്ടോ? ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തം എൻ്റെ മോളെ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് വളർത്തിക്കൊണ്ടുവന്ന് ഒരു നല്ല മനുഷ്യന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ച് ഒരു നല്ല ഭാസുരമായ ജീവിതം കിട്ടാൻ ആഗ്രഹിച്ച് കണ്ണീരോടുകൂടി പറഞ്ഞയക്കുമ്പോൾ പടച്ചവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവിടെ നടന്നാൽ പടച്ചവന്റെ അടുക്കൽ നിന്നുള്ള ബറക്കാത്തുകൾ നമുക്ക് നഷ്ടപ്പെടും. അതിനവസരം എൻ്റെ വീട്ടിൽ ഉണ്ടാവരുത് എന്ന് നമ്മൾ ആലോചിക്കണമെന്നതാണ് പറഞ്ഞത്. കാരണം ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നിന്ന് തെറ്റിക്കൊണ്ടാണ് പലരും ജീവിക്കാനുള്ള വെമ്പൽ കാണിക്കുന്നത്. ചുറ്റുപാട് നമ്മുടെ മക്കളെ പിടിച്ചു വലിക്കുന്നത് അങ്ങോട്ടാണ്. കല്യാണത്തിന് മാത്രം ഉപയോഗിക്കാനുള്ള ഒരു സാരി. പല വിഷയങ്ങളും പറയാനാണ്, ഞാൻ ചുരുക്കി ചില കാര്യങ്ങൾ പറയാ. വില 20,000 15,000. പിന്നീട് അത് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെയാണ് പൊങ്ങച്ചെന്ന് പറഞ്ഞാൽ. മാന്യമായൊരു സാരി ഉപയോഗിക്കാം, മാന്യമായി സാരി ചുറ്റാം, മാന്യമായ ഡ്രസ്സ് വാങ്ങാം, ഇതിനൊന്നും ഇസ്ലാം എതിർത്തിട്ടില്ല. പക്ഷേ അത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത ഒന്നായി ഏതെങ്കിലും കൂട്ടുകാരിയുടെ കല്യാണം കടന്നു വരുമ്പോ അതിനു വേണ്ടി അന്നൊന്ന് അണിയാമെന്ന് വിചാരിച്ച് അലമാരയിൽ ഒരുപാട് സ്ഥലം അതിനു വേണ്ടി വേസ്റ്റ് ചെയ്യുന്ന, പണം വേസ്റ്റാക്കി കളയുന്ന ഒരു രീതി ആർക്കു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ? സ്വന്തം അണിഞ്ഞിരിക്കുന്ന ഡ്രസ്സ് അതിന്റെ വെയിറ്റ് കൊണ്ടും അലങ്കാരങ്ങൾ കൊണ്ടും സ്വന്തമായി നടക്കാൻ കഴിയാതെ പിറകിൽ ചില ആളുകൾ ആ ഡ്രസ്സിനെ പിടിച്ച് പൊന്തിച്ച് നടക്കുന്ന അവസ്ഥ വരെ മുസ്ലിം കല്യാണങ്ങളിൽ കണ്ടുവരുന്നു എന്നത് എത്ര ആഭാസകരമാണ് എന്ന് ഞാൻ സാന്ദർഭികമായി ഓർക്കുകയാണ്. അല്ലേ? അതുകൊണ്ട് മുഅ്മിനീങ്ങളായി മുസ്ലിങ്ങളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ, സലഫി മസ്ജിദിന്റെ മഹല്ല് സംഗമത്തിൽ പങ്കെടുക്കുന്ന നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. ഇല്ല, എന്റെ വീടുകളിലേക്ക് പടച്ചവൻ ഇഷ്ടപ്പെടാത്ത ഒന്ന് കൊണ്ടുവരാതെ സൂക്ഷിക്കാൻ മനുഷ്യരാണ്. പിടവുകൾ സംഭവിക്കാം, കേൾക്കുന്ന നിങ്ങൾക്കും പിടവുകൾ സംഭവിക്കാം, സംസാരിക്കുന്ന എനിക്കും പിടവുകൾ സംഭവിക്കാം. അള്ളാഹു നമുക്ക് നേർവഴി, ആ സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള സൽബുദ്ധിയും സാഹചര്യവും തൗഫീഖും നൽകി അള്ളാഹു തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മഹല്ല് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ മാത്രമുള്ളതല്ല, നിസ്കരിക്കാൻ മാത്രമുള്ള സ്ഥലമല്ല, അല്ല സുഹൃത്തുക്കളെ, മറിച്ച് നമ്മെ സംസ്കരിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. ഇതൊരു കൾച്ചറൽ സെന്ററാണ്. നമ്മുടെ അന്തസ്സുണ്ടല്ലോ, നമ്മുടെ ഡിഗ്നിറ്റി ഉണ്ടല്ലോ, അല്ലേ? നമ്മുടെ അഭിമാനമുണ്ടല്ലോ, ആ കാണുന്ന പ്രൗഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അന്തസ്സായി ജീവിക്കാൻ നാം ആഗ്രഹിക്കുന്ന പ്രസ്റ്റീജ് ഉണ്ടല്ലോ. അത് പ്രിയപ്പെട്ടവരെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു നല്ല മുസ്ലിമായി, ഒരു നല്ല മുഅ്മിനായി ഈ സമൂഹത്തിന്റെ മുമ്പിൽ ജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് എന്ത് നമ്മുടെ മഹല്ല് എന്നത്. അതുകൊണ്ട് എൻ്റെ മോളെ, നമ്മുടെ മക്കളെ, നമ്മുടെ അനുജന്മാരെ, നമ്മുടെ അനുജത്തിമാരെ, നമ്മുടെ ജേട്ടന്മാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ചുകൊണ്ട് നന്മയിലേക്ക് നിരന്തരമായി ക്ഷണിക്കേണ്ടവരാണ് നമ്മൾ. അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. നമ്മളൊരു കുടുംബമാണ്, ഇതൊരു കുടുംബമാണ്, ഇതൊരു ആദർശബോധമുള്ള കുടുംബമാണ്. അള്ളാഹു ഈ കുടുംബ ബന്ധം ഒരു മാലയിൽ, ഒരു നൂലിൽ കോർത്ത മുത്തുമണികൾ അതൊരു മാലയായി മാറിയതുപോലെ, വിളക്കി ചേർത്ത കണ്ണികൾ ചെങ്ങലയായി മാറിയതുപോലെ ഇത് ഒരു കുടുംബാംഗങ്ങളാണ്. ഈ സ്നേഹവും ആദർശ ബന്ധവും അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴും തൗഹീദ് കിട്ടാത്ത, ഇവിടെ വിഷയം അത് വരുന്നുണ്ട് ഷാഫി സബാഹിയുടെ സംസാരത്തിലൂടെ, ഇപ്പോഴും തൗഹീദ് കിട്ടാത്ത, ഇപ്പോഴും ശിർക്കിലകപ്പെട്ടു പോയ, ഇപ്പോഴും അന്ധവിശ്വാസത്തിന്റെ മാറാപ്പ് പേറുന്ന, ഇപ്പോഴും അനാചാരങ്ങളുടെ കൂടെ യാത്ര പോകുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ കുടുംബങ്ങളിലോ അകന്ന കുടുംബങ്ങളിലോ ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. ദഅവത്ത് എന്നത് ഏതെങ്കിലും ഒരു കോളേജിൽ പോയി
ഡിഗ്രി എടുത്താൽ നിർവഹിക്കാൻ അയാൾ മാത്രം നിർവഹിക്കേണ്ടതായ ഒരു ബാധ്യതയാണ് എന്നാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മുസ്ലിയാരായി അറിയപ്പെടുന്ന, ഒരു മൗലവിയായി അറിയപ്പെടുന്ന, ഒരു ഖതീബായി അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു പള്ളിയുടെ ഭാരവാഹികളായി അറിയപ്പെടുന്നവർ മാത്രം നിർവഹിക്കേണ്ട ഒന്നല്ല. അല്ല, ഉപ്പ വീട്ടിൽ നിന്ന് മക്കളോട് പറയുന്നു നല്ല കാര്യം, അത് ദഅവത്താണ്. ഭർത്താവ് ഭാര്യയോട് ഒരു നന്മ പറഞ്ഞു കൊടുക്കുന്നു, അത് ദഅവത്താണ്. ഭർത്താവിനറിയാത്ത ഒരു കാര്യം ഭാര്യ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു, അതൊരു ദഅവത്താണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ഒരു ഹദീസ് കേൾക്കാത്തവരിലേക്ക്, എനിക്ക് കൂടുതൽ അറിയില്ല, പ്രസംഗിക്കാൻ അറിയില്ല, ക്ലാസ് എടുക്കാൻ അറിയില്ല, ഖുർആനിന്റെ അർത്ഥങ്ങൾ പൂർണ്ണമായിട്ട് എനിക്കറിയില്ല, ഹദീസുകൾ ധാരാളമായി ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ സ്വഹീഹായ ഒരു ഹദീസ് ഞാൻ കേട്ടു എങ്കിൽ അതെത്തിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞതാണ്, ഒരായത്താണ് നിങ്ങൾ കേട്ടതെങ്കിൽ, അറിഞ്ഞതെങ്കിൽ അതെത്തിക്കണേ, അതറിയിക്കണേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ആ സ്വഹാബാ കിറാമിനെ വിളിച്ചിട്ട് ലോകത്തിന് മാതൃകയാകുന്ന വിധത്തിൽ കേൾപ്പിച്ചു കൊടുക്കുകയാണ്, അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരായത്താണ് നിങ്ങൾ കേട്ടതെങ്കിൽ അത് നിങ്ങൾ എത്തിക്കണേ. അതുകൊണ്ട് നമ്മളെ കുടുംബത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്ത്? ദഅവത്ത്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ, ഖുർആൻ അങ്ങനെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ തടിയെ സൂക്ഷിക്കണേ, കാത്തു രക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണേ. പോരാ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളെ, നിങ്ങളുടെ ഉമ്മയെ വാപ്പയെ, നിങ്ങളുടെ ഭാര്യയെ മക്കളെ, നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ, നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെ, രക്തബന്ധുക്കളെ, അടുത്ത ബന്ധുക്കളെ, അകന്ന ബന്ധുക്കളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നരകത്തിന്റെ അഗ്നിയിൽ നിന്ന്, കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന്, ജഹീം എന്ന് പറയുന്ന, ജഹന്നം എന്ന് പറയുന്ന, ലള എന്ന് വിളിക്കുന്ന, അല്ലെ വൈൽ എന്ന് വിളിക്കുന്ന, സഖർ എന്ന് പരിചയപ്പെടുത്തുന്ന, അതേ പ്രിയപ്പെട്ടവരെ ഹുത്തമ എന്ന് പരിചയപ്പെടുത്തുന്ന, കത്തിച്ചൊലിക്കുന്ന, ഒരു മനുഷ്യനും താങ്ങാനാവാത്ത അതിഭീകരമായ ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ നമ്മൾ ഒരുക്കണം. എന്താ കാരണം? ഇവിടെ നമ്മൾ വിറക് കത്തിക്കുന്നത് 3 കല്ല് വെച്ചിട്ടാണ്, 3 ഇഷ്ടിക കൊണ്ട്, അതിന് സിമന്റ് കൊണ്ട് മൂടി അല്ല, മറ്റേതെങ്കിലും മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് അടുപ്പുണ്ടാക്കിക്കൊണ്ടാണ് വിറകുകൾ കത്തിക്കുന്നത്. പരലോകമെന്ന് പറയുന്നത്, നരകമെന്ന് പറയുന്നത്, അള്ളാഹു ഈ ആയത്തിന്റെ ബാക്കിയായി പറഞ്ഞത് വഖൂദുഹന്നാസ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധനാണ്, ഞങ്ങളെ നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. വഖൂദുഹന്നാസു വൽ ഹിജാറ, കല്ലും മനുഷ്യരുമാണ് അവിടുത്തെ വിറകുകളായി കത്തിക്കൊണ്ടിരിക്കുന്നത്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, നല്ല പരുഷ, നല്ല കഠിന സ്വഭാവത്തോടു കൂടി പെരുമാറുന്ന മല്ലാളന്മാരായ മലായികത്തുകളുടെ പാറാവാണ് അല്ലാഹു തആല അവിടെ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു എന്ത് കൽപ്പിച്ചോ അതങ്ങനെ തന്നെ അനുസരിക്കുന്നവരാണ് മലായികത്തുകൾ. അതുകൊണ്ട് വലിയ മലായികത്തുകളെ ഏർപ്പാട് ചെയ്ത് ഒരു കാവലേർപ്പെടുത്തിയിട്ടുള്ള ഒരു പരലോകത്തിന്റെ ദിവസത്തെ ഓർക്കാനും, കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് എന്റെ ഉമ്മ രക്ഷപ്പെടണം, എന്റെ വാപ്പ രക്ഷപ്പെടണം. സലഫി പള്ളിയിൽ വന്ന് വടിയാത്രയിൽ ഒരാൾ നമ്മുടെ ഖുത്ബ കേട്ട് പോയാൽ, ആ ഖുത്ബ കേട്ടിട്ട് ഒരു പോയെന്തെങ്കിലും ഉമ്മയോട് പറഞ്ഞ് ശിർക്കിൽ അകപ്പെട്ടു പോയ ഉമ്മയോട്, അതേ അന്ധവിശ്വാസത്തിൽ അകപ്പെട്ടു പോയ വാപ്പയോട്, അനാചാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജേട്ടനോട്, ഇളയച്ചിയോട്, മുത്തച്ചിയോട്, ജേട്ടന്റെ അനുജന്റെ ഭാര്യയോട്, കുടുംബങ്ങളോട്, അതേ സുഹൃത്തുക്കളോട്, നാളെ വരാനിരിക്കുന്ന പരലോകമെന്ന് പറയുന്ന ഭയാനകമായ ദിവസത്തെ ഓർമ്മപ്പെടുത്തി രക്ഷപ്പെടാനാണ് ഓർമ്മിപ്പിക്കുന്നത് എന്ന് പറയാൻ, ഒരു വെമ്പൽ കൊള്ളാൻ ഖുതുബകളും ക്ലാസുകളും ഒരു മനുഷ്യന് പ്രചോദനമാകണം. അതാണ് ഈ മഹല്ല്, അതാ ഖുതുബ, അതാ നമ്മുടെ പള്ളി, അതാ മഹല്ല്. നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴികൾ ഇങ്ങനെ ഒരുക്കി കൊടുക്കുകയാണ്. പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴികൾ ഇങ്ങനെ ഒരുക്കി കൊടുക്കുകയാണ്. അതിനെന്തൊക്കെ മേഖലകളും അവസരങ്ങളും ഉണ്ടോ അതെല്ലാം നമ്മൾ ഒരുക്കണം.
അതിന് എന്തൊക്കെ ചാൻസുകളുണ്ടോ എല്ലാം ഒരുക്കണം. കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല. നമ്മളുടെ ധൃതിപ്പെടാനാ പറഞ്ഞത്. ഖുർആൻ തന്നെ പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ ധൃതി കാണിക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് ശരിയാവാ, നന്നാവണം. എന്റെ അനിയനോട് പറയണം, ജേട്ടനോട് പറയണം, ഉപ്പാക്കത് മനസ്സിലായിട്ടില്ല പറയണം. കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ നമ്മളെ കുറിച്ച് ആദ്യം ചിന്തിക്കുക. ഷിഹാബ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മഹലില് ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് നിങ്ങളുടെ കൂടെ വളർന്ന നിങ്ങളുടെ കൂട്ടത്തിൽ വലിയ സുഹൃത്തായി ദഅവാ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ച് എന്റെ ഭാഗത്ത് എന്ത് പോരായ്മകളാണുള്ളത് എന്ന് ആലോചിച്ച് എന്റെ ഭാഗത്ത് എന്ത് മിസ്റ്റേക്കുകളാണുള്ളത് അതൊരു ചെറിയ കുട്ടി വന്ന് പറഞ്ഞാലും തിരുത്താൻ തയ്യാറാകണം. അപ്പോഴേ എന്റെ മനസ്സ് വിശാലമായിട്ടുള്ളൂ. ഒരു കുട്ടിയാണ് എന്നോട് പറയുന്നത്, നിങ്ങളുടെ ഭാഗത്ത് അത് തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ അവൻ പറയാൻ ആരാ, എന്നെ ഉപദേശിക്കാൻ ആരാ എന്ന് നാം ചിന്തിച്ചുകൂടാ. അത് ഗർവിന്റെ, അത് അഹങ്കാരത്തിന്റെ, അത് പൊങ്ങച്ചത്തിന്റെ, അത് അഹന്തയുടെ, അത് ദാഠ്യത്തിന്റെ, അത് ഞാനെന്ന ഭാവത്തിന്റെ, അനാനികത്തിന്റെ സ്വഭാവമാണ്. അത് നമുക്കുണ്ടായിക്കൂടാ. അതുകൊണ്ട് ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുക. എന്റെ ശരീരത്തിൽ നിന്ന്, എന്റെ ചിന്തയിൽ നിന്ന്, എന്റെ ആലോചനകളിൽ നിന്ന്, എന്റെ വാരിയല്ല് കൂടിനുള്ളിൽ കിടക്കുന്ന കൽബിനുള്ളിൽ നിന്ന്, തലയോട്ടിക്കുള്ളിൽ കിടക്കുന്ന തലച്ചോറിനുള്ളിൽ നിന്ന് ആ ഒലിച്ചു പോവേണ്ടതായ, അലിഞ്ഞു തീരേണ്ടതായ, പുറത്തൊഴുകി പോവേണ്ടതായ ചില പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തീർത്തു കളഞ്ഞ് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിലേക്ക്, ആകാശത്തിന്റെ മേലാപ്പിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പടച്ചവനെ റബ്ബേ നീ അല്ലാതെ മാപ്പ് തരാൻ ആരുണ്ട് റബ്ബേ എന്ന് പറഞ്ഞ് കണ്ണു നനഞ്ഞ് അല്ലാഹുവിലേക്കുള്ള ആ മഗ്ഫിറത്ത് ചോദിക്കാൻ, പശ്ചാത്താപം നടത്താൻ, തൗബ നടത്താൻ പാകപ്പെട്ട ഒരു മനസ്സിന്റെ ഉടമയായി നമ്മൾ മാറണം. എനിക്ക് കാത്തിരിക്കാൻ സമയമില്ല. നിങ്ങൾ ഭർത്താവിനെ കാത്തിരിക്കരുത്, മനസ്സിലായില്ലേ? ആ മൂപ്പര് ശരിയാവണില്ല, അവിടെ നമ്മള് മൂപ്പരുടെ കൂടെ നരകത്ത് പോകാൻ പറ്റുമോ? ഭാര്യ എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവണില്ല. അതുകൊണ്ട് എന്നാ പിന്നെ അവളുടെ കൂടെ പോവാന്ന് ഭർത്താവ് തീരുമാനിക്കാൻ പാടില്ല. കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം, നിരന്തരമായ ശ്രമം നടത്തണം. പക്ഷെ ആരെയും കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല. ജേട്ടൻ എന്റെ കരുന്നച്ചിയില് വാങ്ങൊടുത്തപ്പോ മൂപ്പര് പള്ളി പോണില്ല, അതുകൊണ്ട് ഞാനും പോകുന്നില്ല എന്ന് അനുജൻ തീരുമാനിക്കാൻ പാടില്ല. ജേട്ടനോട് സൗമ്യമായി പറയണം, അനുജനോട് കാർക്കശ്യമായി പറയണം. കേൾക്കുന്നില്ലേ? നമുക്ക് നമ്മുടേതായ റൂട്ടിലേക്ക് ധൃതിപ്പെട്ട് പോകാനുണ്ട്. പശ്ചാത്താപത്തിന്റെ ആ മേഖലയിലേക്ക് തിരിയേണ്ടതുണ്ട്. മഗ്ഫിറത്ത് കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ധൃതി കാണിക്കണമെന്ന് ഖുർആൻ. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർദ്. ആകാശഭൂമിയോളം വിശാലമായ സ്വർഗ്ഗത്തിന് വേണ്ടി, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള പ്രിയപ്പെട്ടവരെ ആ പൊറുക്കലിനു വേണ്ടി, അല്ല പൊറുത്തു തരാൻ വേണ്ടി, അല്ല വിട്ടു പുറത്ത് മാപ്പാക്കി തരാൻ വേണ്ടിയുള്ള ആ മഗ്ഫിറത്തിന് വേണ്ടിയുള്ള ധൃതി ഞാനും നിങ്ങളും കാണിക്കണമെന്ന് ഖുർആൻ. എന്താ കാരണം? ആ സ്വർഗമുണ്ടല്ലോ, ആകാശഭൂമിയോളം വിശാലമാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എത്ര അല്ലാഹനെ സ്തുതിച്ചാലും മതിയാവില്ല. ഈ ഭൂമി തന്നെ എത്രയാണ്. നമുക്ക് കരുണച്ചി, നമ്മൾ ജനിച്ച നാട് ഇതൊരു ചെറിയ ഗ്രാമമാണ്, പക്ഷെ നമുക്കിതൊരു വിശാലമായ ഗ്രാമമാണ്. നമ്മുടെ പഞ്ചായത്ത് എടക്കര, അത് ചെറിയൊരു പഞ്ചായത്താണ്, പക്ഷെ നമുക്കിതൊരു വിശാലമായ പഞ്ചായത്താണ്. നമ്മുടെ ജില്ല പ്രിയപ്പെട്ടവരെ വിശാലമായൊരു ജില്ലയാണ്, ഒരു തർക്കമില്ല. നമുക്കത് അതിനേക്കാൾ വിശാലമായി തോന്നുന്ന ജില്ലയാണ്. ചിന്തിച്ചു നോക്കൂ, അത് നിൽക്കുന്ന കേരളം, അത് നിൽക്കുന്ന ഇന്ത്യ, അത് നിൽക്കുന്ന ഏഷ്യൻ രാജ്യങ്ങൾ, അതുപോലെ അപ്പുറത്ത് ആഫ്രിക്കൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, കടല് എല്ലാം അടങ്ങിയ ഭൂമി. സുബ്ഹാനല്ലാഹ്, ചിന്തയിൽ ആലോചനയിൽ കൊണ്ടുവരാൻ പറ്റാത്ത വ്യാപ്തിയുള്ള ഈ ഭൂമിയെ പോലെയുള്ള 13.5 ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാൻ സ്ഥലമുണ്ട് സൂര്യനിൽ എന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ആ സൂര്യൻ എന്താണ്? ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രപഞ്ചം, അല്ലേ? വെട്ടിത്തിളങ്ങി ഒരു മിന്നാമിനുങ്ങിനെ പോലെ ദൂരെ നിന്ന് നോക്കിക്കാണുന്ന നക്ഷത്രങ്ങളുടെ വലുപ്പത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എങ്കിൽ ഇതെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി തന്ന് ആകാശഭൂമിയോളം വിശാലമായ ഒരു സ്വർഗം ഒരുക്കിയിട്ട് അല്ലാഹു പറഞ്ഞു, ഉഇദ്ദത്തിൽ മുത്തഖീൻ,
ഉഇദ്ദത്തിൽ മുത്തഖീൻ, ഇത് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, തഖ്വയുള്ളവർക്ക് വേണ്ടി, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതാണ്. ആ മുത്തഖീങ്ങളുടെ ഒരു സ്വഭാവം കൂടി അല്ലാഹ് ചേർത്തു പറഞ്ഞു. എന്താ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. ഈ മഹല്ല്, ഈ ഷീറ്റിടാൻ, ഈ കട്ട വിരിക്കാൻ, ഈ പള്ളി മനോഹരമാക്കാൻ, പഴയ പള്ളിയെ ഉള്ളതിൽ മനോഹരമാക്കാൻ, അതേ ചെറുതും വലുതുമായി ഒരു നയാ പൈസ, ഒരു രൂപയുടെ നാണയത്തൊട്ട് അതിന്റെ ബക്കറ്റിലേക്ക് ഇട്ടവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പടച്ചവരെ, കൊടുക്കാമായിരുന്നു എന്റെ കയ്യിലുണ്ടെങ്കിൽ. ആഗ്രഹിച്ചവരുണ്ട് ഈ കൂട്ടത്തിൽ, ഉണ്ട്. ആഗ്രഹിച്ചവരുണ്ട് ഈ കൂട്ടത്തിൽ. എന്റെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കാമായിരുന്നു. ആഗ്രഹിച്ചവരുണ്ട് ഈ സദസ്സിൽ. മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി, സ്വർഗം കിട്ടുന്ന ആളുകളുടെ സ്വഭാവമായി അല്ലാഹു തആല പറയുന്നത് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. വിഷമഘട്ടത്തിലും അവർ കൊടുക്കും, സന്തോഷഘട്ടത്തിലും അവർ കൊടുക്കും. നമ്മുടെ എല്ലാ പ്രശ്നവും തീർന്നിട്ട്, നമ്മുടെ എല്ലാ വിഷമം തീർന്നിട്ട് നമ്മൾ വളരെ ഹാപ്പി. ചെലവൊക്കെ നോക്കുമ്പോ കുറച്ച് പൈസ ബാക്കിയാവുന്നുണ്ട്, അയിന്നെടുത്തിട്ട് കുറച്ച് കൊടുക്കില്ല. പിന്നെ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. വിഷമഘട്ടത്തിലും അവർ കൊടുക്കും, സന്തോഷഘട്ടത്തിലും കൊടുക്കും. പോരാ, വൽകാലിമീനൽ ഗൈദ്. ദേശത്തെ ഇങ്ങനെ കടിച്ചു പിടിച്ചു നിർത്തും. മനുഷ്യരാ, നമുക്കൊക്കെ ദേഷ്യം വരാം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽ ഗളബു മിനശ് ശൈത്വാൻ. പിശാചിൽ നിന്നാണ് ദേഷ്യം ഉണ്ടാകുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എത്ര ക്ഷമിക്കാൻ കഴിവുണ്ടെങ്കിലും നമുക്കൊക്കെ ദേഷ്യം വന്നേക്കാം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കോപം, ദേഷ്യം അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽ കാലിമീനൽ ഗൈദ്. ദേഷ്യത്തെ കടിച്ചു പിടിച്ച് നിർത്തും. രണ്ടാമത്തെ ക്വാളിറ്റി ഈ ആയത്ത് പറയുന്നത്. ഒന്നെന്താണ്? വിഷമുള്ള ഘട്ടത്തിലും കൊടുക്കും, സന്തോഷമുള്ള ഘട്ടത്തിലും കൊടുക്കും. പള്ളിക്ക് കുറച്ചൊരു പൈസ വേണം, മദ്രസൊക്കെ ഒന്ന് ശരിയാക്കണം നമ്മളോട് പറയുമ്പോ ഇങ്ങോട്ട് ഇങ്ങനെ 100 കൂട്ടം പായരത്തിന്റെ കെട്ടുകഥ അയച്ചിട്ട് വെക്കില്ല. പിന്നെ ഉള്ളത് ഒരു 100 രൂപയാണ് കൊടുക്കാൻ വിചാരിച്ചത്, അത് സന്തോഷത്തോടു കൂടി ചോദിച്ചത് നന്നായി, എനിക്കും കിട്ടുമല്ലോ അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് ഒരു കൂലി. അങ്ങനെ പറയുന്ന മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട് നമ്മള്. നിങ്ങൾ ആ പള്ളിയുടെ കാര്യം പറഞ്ഞത് നന്നായിട്ടോ, ഞാന് അള്ളാന്റെ മാർഗത്തിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞവരെ നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ആ അള്ളാന്റെ മാർഗത്തിൽ ഇങ്ങനൊരു അവസരമുണ്ട് ഈ ടൗണിൽ എന്ന് കേരളക്കരയിലെ വ്യത്യസ്തമായ ടൗണുകളിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടി നമ്മളെ കോടി നടക്കുമ്പോൾ കേൾക്കുന്ന കഥകളാണ്. ഈ ടൗണിൽ പടച്ചവന്റെ ഒരു പള്ളി ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് കേട്ടപ്പോ എന്റെ 10 സെന്റ് സ്ഥലം തരട്ടെ എന്ന് ചോദിച്ച് എനിക്കൊരവസരം കിട്ടിയ എന്നാഗ്രഹിച്ച് സന്തോഷത്തിന്റെ കണ്ണുനീർ പൊടിക്കുന്ന മനുഷ്യരെ നമുക്ക് സന്തോഷപുളകിതരായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഒന്നാമത്തെ ക്വാളിറ്റി അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ വല്ലറാ. വിഷമഘട്ടത്തിലും ആപത്ഘട്ടത്തിലും കൊടുക്കുന്നവരാണവർ. 2 വൽ കാലിമീനൽ ഗൈദ്. ദേഷ്യം വരുമ്പോൾ കടിച്ചു പിടിച്ച് ആ ദേഷ്യത്തെ അടക്കി നിർത്തുന്നവരാണവർ. വൽ ആഫീന അനിന്നാസ്. ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരാണവർ. മിണ്ടൂലല്ലേ? ഞാൻ മിണ്ടൂല, എനിക്കവനോട് സംസാരമില്ല, അവന്റെ മുഖത്തേക്കേ നോക്കൂല. വേണ്ടട്ടോ, ഇങ്ങോട്ട് ഉപദ്രവിച്ചവരോടും ചിരിച്ചു പെരുമാറിക്കോ. ഇങ്ങോട്ട് ദ്രോഹിക്കാൻ ആഗ്രഹിച്ചവരോടും ഇല്ല സുഹൃത്തുക്കളെ, കാണുമ്പോ സലാം പറഞ്ഞു. സാരല്ല, ക്ഷമിക്ക്. അനുജൻ നമ്മളോട് തെറ്റി നിൽക്കുകയാണോ, ജേട്ടൻ നമ്മളോട് തെറ്റി നിൽക്കുകയാണോ, അങ്ങനെയൊക്കെ ഉണ്ടാവാം. മനുഷ്യരല്ലേ, ചിലപ്പോ ജേട്ടനും അനിയനും തെറ്റിയേക്കാം, ആ പെങ്ങളും ആങ്ങളെയും തെറ്റിയേക്കാം. മനുഷ്യരല്ലേ, എളാപ്പയുടെ മൂത്താപ്പയുടെ മക്കൾ പരസ്പരം തെറ്റിയേക്കാം. പക്ഷെ അറുത്തു മാറ്റി. ആ ദേശത്തെ അന്നത്തെ അവസ്ഥയിൽ ഉണ്ടായത് ശരി തന്നെ, എന്നാൽ അതിനെ മാറ്റി വെച്ചിട്ട് സാരമില്ലെന്ന് പറയാൻ, ഒരു വാട്സപ്പ് തുറന്നിട്ട് അവനൊരു മെസ്സേജ് കൊടുക്കാൻ, അവൾക്കൊരു മെസ്സേജ് കൊടുക്കാൻ, അബദ്ധം പറ്റിപ്പോയി എന്ന് പറയാൻ, സാരമില്ലെന്ന് പറയാൻ, സോറി എന്ന് പറയാൻ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളുന്നുണ്ടോ? ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരാണവർ. 3 ക്വാളിറ്റിയെ സർവശക്തനായ അല്ലാഹു അവിടെ എണ്ണിയിട്ട് പറഞ്ഞു. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. നന്മ പ്രവർത്തിക്കുന്ന, സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇങ്ങനെയുള്ള മനുഷ്യരെ അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെടുന്നു.
സ്ത്രീകളെ, നിങ്ങളുടെയൊക്കെ വളരെ നിങ്ങൾ ഉപ്പ് കൊടുത്ത് മുളക് കൊടുത്ത് നിങ്ങൾ എല്ലാ പരോപകാരങ്ങളും ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത മനുഷ്യര് ചിലപ്പോ നിങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത, സഹിക്കാനാവാത്ത, നിങ്ങളെ കുത്തി നിങ്ങളെ തള്ളിപ്പറയുന്ന, നിങ്ങളെ വല്ലാതെ ദേഹോപദ്രവം നടത്തുന്നതിനേക്കാൾ മാനസികമായി പീഡിപ്പിച്ച വാക്ക് പറഞ്ഞേക്കാം. സാരമില്ല, അപ്പൊ നമുക്ക് സങ്കടം വന്നേക്കാം. ക്ഷമിക്ക്, പുറത്തു കൊടുക്ക്, മാപ്പ് കൊടുക്ക്. കാരണം നമ്മൾ ഉയരുകയാണ്, നമ്മൾ താവുകയല്ല, നമ്മൾ ഉയരുകയാണ്. ആ ഉയർച്ചയിലേക്ക് പോകാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. എന്ന് തുടങ്ങുന്ന സൂറത്തിന്റെ അവസാനത്തെ ആയത്ത് എന്താ? പരോപകാരം തടയുന്നവർ. പരോപകാരം, ബക്കറ്റ് ചോദിച്ചാൽ അതിന് കുശുമ്പാണ്, കത്തി ചോദിച്ചാൽ അതിനൊരു കുറുമ്പാണ്, കൊടാലി ചോദിച്ചാൽ അതിന് ദേഷ്യാണ്, അല്ലേ? എത്ര ഇതിന്റെ വില? 500 1000 ഒരു പാവപ്പെട്ട മനുഷ്യന്, ഒരു പാവപ്പെട്ട സഹോദരിക്ക് ഈ 500 വലുത് തന്നെയാണ്, മോശമൊന്നുമല്ല. ഞാൻ അതിനെ കുറ്റപ്പെടുത്താനല്ല പറയുന്നത്. പക്ഷെ പോയാൽ, അതേ ഏറി വന്നാൽ, എന്റെ കോടാലിയുടെ ഒരു വക്ക്, എന്റെ വെട്ടുകത്തിയുടെ ഒരു അറ്റം, എന്റെ ചെറിയ കത്തിയുടെ ഒരു മൂർച്ച അല്പം നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ തടഞ്ഞു വച്ചാൽ പരോപകാരം തടയുന്നവർ. പരോപകാരം തടയുക. എന്താ കത്തി, എന്താ ഒരു കോടാലി, എന്താ ഒരു സൂചി അവൾക്ക് വാങ്ങിക്കൂടെ? 1 രൂപക്ക് കൊടുത്താൽ 2 സൂചി കിട്ടുന്ന കാലായിട്ട് എല്ലാമുള്ള അവർക്കൊരു സൂചി വാങ്ങിക്കൂടെ? ഇങ്ങനെ ചിന്തിക്കരുതെന്നാണ് അള്ളാന്റെ ദീന് പറഞ്ഞത്. അവരൊരു സൂചി വാങ്ങാൻ മറന്നതാവാം, അശ്രദ്ധയിലാവാം. ആ സൂചി ചോദിക്കുമ്പോ സ്നേഹത്തോടെ സന്തോഷത്തോടെ എനിക്ക് കൂലി കിട്ടാനൊരു അവസരം ഉണ്ടായി, അതിന് നൊടിഞ്ഞു പറഞ്ഞ് പ്രാഗി പറഞ്ഞിട്ടല്ല. പരോപകാരം തടയുന്നവരായി മാറരുത് എന്ന്, അവർ പരോപകാരം തടയുന്നവരാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് സാന്ദർഭികമായി നമ്മൾ ഓർക്കണം. അതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ 2 കാര്യങ്ങൾ കടന്നു വരണം. ഒന്ന് അൽ ഹിൽമ്. ഇൽമ കിട്ടിയാൽ പിന്നെ നമുക്കുണ്ടാവേണ്ടത് ഹിൽമ്, വിവേകമാണ്. 2 വൽ അനാജ്, അവധാനതയാണ്. പക്വതയോടെ, അവധാനതയോടെ കാര്യങ്ങൾ ചെയ്യാൻ, നല്ല വിവേകപൂർവം കാര്യങ്ങൾ നീക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പോരെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. പരമാവധി ആളുകളെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയണം. ബശ്ശിറൂ, നിങ്ങൾ സന്തോഷമറിയിക്കാനാണ് ശ്രമിക്കേണ്ടത്. വലാ തുഅസ്സിറൂ, നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ട് പ്രിയപ്പെട്ടവരെ മറ്റൊരാൾക്ക് ഉണ്ടാവാതിരിക്കാൻ ഈ മഹലിലെ ഓരോ നിവാസികളും, എൻ്റെ അയൽവാസി ഹിന്ദുവാണ്, എൻ്റെ അയൽവാസി ക്രിസ്ത്യാനിയാണ്, എൻ്റെ അയൽവാസി ഈ സലഫി മഹലിൽപ്പെട്ട ഒരാളല്ല, സമസ്തയുടെ മഹലിൽപ്പെട്ട ഒരാളാണ്. ആരാവട്ടെ, ജാതി പ്രശ്നമല്ല, വർഗം പ്രശ്നമല്ല, വർണ്ണം പ്രശ്നമല്ല, അവന്റെ സംഘടന പ്രശ്നമല്ല, അവന്റെ ഗ്രൂപ്പ് പ്രശ്നമല്ല, അവൻ മനുഷ്യനാണ്. ആ നിലക്ക് അയൽപക്ക ബന്ധങ്ങളെ ചേർത്തു പിടിക്കണം. അയൽപക്ക ബന്ധങ്ങളെ ചേർത്തു പിടിക്കണം. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്, ഒരു മതേതരത്വ രാജ്യമാണ്. ഗാന്ധിജി ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ തോളിൽ കൈയിട്ട് നടക്കുമ്പോ എനിക്ക് നമസ്കരിക്കാനായി എന്ന് അബുൽ കലാം ആസാദ് എന്ന തൗഹീദുള്ള ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ഗാന്ധിജിയോട് പറഞ്ഞപ്പോ ഗാന്ധിജി ശരി നമസ്കരിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്നത് ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ സൗഹൃദത്തെ ഊട്ടിയുറപ്പിച്ച് കൊണ്ടുപോകേണ്ടവരാണ് നമ്മൾ. അതിൽ നമ്മൾ വിള്ളലേൽപ്പിക്കാൻ പാടില്ല. അത് സാന്ദർഭികമായി നമ്മൾ ഓർക്കുക, സാന്ദർഭികമായി നമ്മൾ ഓർക്കുക. മാക്സിമം നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരികളായി മാറാൻ ശ്രമിക്കുക. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റണില്ല, എന്നാ പിന്നെ ഓനെ ഉപദ്രവിക്കാതിരിക്കുക. നാവ് കൊണ്ട് ദാ ഇപ്പുറത്തിരിക്കുന്ന സഹോദരിമാരെ, നിങ്ങളുടെ തടി ഇത്രയേ ഉള്ളൂ, ആ എത്ര 6 അടി വലിപ്പല്ല, ശരി 6 അടിന്റെ മേലുണ്ട്, അല്ലെങ്കിൽ ആ സെന്റിമീറ്റർ കണക്കാക്കുകയാണെങ്കിൽ അതിന് ഓരോ കണക്കുകളുണ്ട്, 150 160 170 ഒക്കെ ഉണ്ട്, ശരി. പക്ഷെ നാവ് അത് ഗൗരവമായി സൂക്ഷിക്കണം. നിസ്കാരമുള്ള പെണ്ണ്, മഫ്തയിടുന്ന പെണ്ണ്, പർദ്ദയണിഞ്ഞ പെണ്ണ്, അള്ളാഹുവിന്റെ ദീനിൽ സഹകരിക്കുന്ന പെണ്ണ്, സംഭാവന കൊടുക്കുന്ന സ്ത്രീ, ചോദിച്ചാൽ മോതിരം വരെ ഊരിക്കൊടുക്കാൻ, സ്വർണം വരെ ഊരിക്കൊടുക്കാൻ അള്ളാന്റെ മാർഗത്തിൽ തയ്യാറാകുന്ന സഹോദരി, നാവ് സൂക്ഷിക്കാൻ റെഡിയല്ല, നാവ് സൂക്ഷിക്കാൻ റെഡിയില്ല.
അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞെന്താ അറിയോ? സഹാബികൾ ഒരു സ്ത്രീയെ പറ്റി പറഞ്ഞിട്ട് പറഞ്ഞു, നല്ല സ്ത്രീയാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾക്ക് അറിയോ ആ സ്ത്രീയെ കുറിച്ച്? എന്തൊരു നല്ല സ്വഭാവമാണ്, എന്ത് ചോദിച്ചാലും അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കും, സാമ്പത്തികം ഉണ്ട്, ഇഷ്ടം പോലെ കൊടുക്കും, ആ അയൽവാസികൾക്കൊക്കെ ഉപകാരമാണ് എല്ലാം പറഞ്ഞിട്ട് അവർ അവസാനം പറഞ്ഞു ഒരു പ്രശ്നമുണ്ട് ആ സ്ത്രീക്ക്. എന്താണെന്നറിയോ? നാവ് അയൽവാസികൾക്കൊക്കെ ഒരു ശല്യാണ്, എല്ലാ ഉപകാരം ചെയ്യും, പക്ഷെ നാവുണ്ടല്ലോ അതിങ്ങനെ ഏഷണി, പരദൂഷണം, ആ ഇങ്ങനെ ഈ പരിഹാസം, അതുപോലെ തട്ടിപ്പറയൽ, കുത്തിപ്പറയൽ, ഈ ഒരു സ്വഭാവം ആ പെണ്ണിനുണ്ട് എന്ന് പറഞ്ഞപ്പോ, നല്ല പെണ്ണ് എന്ന് സഹാബികൾ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രശംസിച്ച ആ സ്ത്രീയെ കുറിച്ച് പ്രവാചകൻ ഉടനെ പറഞ്ഞു, വഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. അവൾ എത്ര നല്ല പർദ്ദയിട്ടിട്ടും, അവൾ എത്ര നല്ല മഫ്തയിട്ടിട്ടും ഇല്ല, അവൾ എത്ര നല്ല സ്വഭാവക്കാരിയാണ് നാളുകളുടെ മുമ്പിൽ പറഞ്ഞാലും കാര്യമില്ല. ഏഷണിയുടെയും പരദൂഷണത്തിന്റെയും കുത്തിപ്പറയലിന്റെയും തട്ടിപ്പറയലിന്റെയും ആ ദുസ്വഭാവത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മുറിച്ചു മാറ്റിക്കളയാൻ നിങ്ങൾ റെഡിയല്ലെങ്കിൽ ഈ പർദ്ദയിട്ട് പള്ളിയുടെ മുറ്റത്ത് വന്നിരുന്നതിന് നിങ്ങൾക്ക് കാര്യമുണ്ടാവില്ല. തലകുത്തനെ നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിലേക്ക് നിങ്ങളെ വലിച്ചെറിയും. അത് ഗൗരവമാണ്, അതീവ ഗൗരവമുള്ള കാര്യമാണ്. പള്ളിപ്പടിയിലെ ഖബർസ്ഥാനിൽ കൊണ്ടുവച്ചിട്ട് എല്ലാവരും തിരിച്ചു പോരുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിടത്തിലൂടെ ഇങ്ങനെ നടക്കുക, ഒരു ഖബറിന്റെ ഇടയിൽ ഇങ്ങനെ നടക്കുക. അപ്പൊ റസൂൽ ചോദിച്ചു, ഈ ഖബറിലാരാ? ഈ ഖബറിലാരാ? സഹാബികളോട്. സഹാബികൾ പറഞ്ഞു, അറിയില്ല. അതിൽ ഒരാൾ പറഞ്ഞു, എനിക്കറിയുന്ന നബിയെ, ഇന്ന ആള്. അഡ്രസ്സൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പടച്ചോൻ എന്നെ അറിയിച്ചു തരുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ല. ഈ ഖബറിലുണ്ടല്ലോ അയാളിട്ട് ഇങ്ങനെ ഞെരിക്കുകയാണ്, അതികഠിനമായ ശിക്ഷ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ സഹാബികൾ ചോദിച്ചു, എന്താണ് അയാൾ ചെയ്ത തെറ്റ്? അതിൽ 2-3 കാര്യം പറഞ്ഞു കൊടുത്തു. ഒന്ന്, മൂത്രയിച്ച നേരെ മര്യാദക്ക് കേട്ടോ കഴുകി വൃത്തിയാക്കൂല, അതിനാണ് ഈ ഖബറിൽ കിട്ടുന്നത്. 1. 2, നാവിനെ സൂക്ഷിക്കൂലായിരുന്നു. ഇങ്ങനെ ഏഷണി, പരദൂഷണം, അപ്പുറത്ത് കേൾക്കും, അപ്പുറത്ത് പറയും. ആരെങ്കിലും കിട്ടിയാ പിന്നെ കഥ പറഞ്ഞ് എന്താ പറയണത് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ മനുഷ്യരുടെ പച്ചമാംസം തിന്നുക. എന്നിട്ട് വാങ്ങിക്കൊടുക്കുമ്പോൾ നല്ല നിസ്കാരാണ്, സുന്നത്തൊക്കെ നിസ്കരിക്കുകയാണ്, ഖുർആനൊക്കെ ഓതുകയാണ്. ആ തസ്ബീമാലിന്റെ ആവശ്യം ഇസ്ലാമിലില്ല, അതുവരെ പിടിച്ചിട്ട് ദിക്റില്ലാണ്. എന്നാലോ ഇതൊക്കെ കഴിഞ്ഞ് നിസ്കാര കുപ്പ അയച്ചിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഒരാളെ കിട്ടിയാലോ മറ്റോന്റെ പച്ചറച്ചി തിന്നുകയാണ്. ഈ ഖബറിൽ മര്യാദക്ക് കിടത്താൻ അള്ളാഹുവിന്റെ മലായിക്കത്തുകളെ കൊണ്ട് അള്ളാഹു സമ്മതിക്കുകയില്ല എന്ന് ഗൗരവമായി ഓർക്കണം. ഇതൊന്നും തമാശയില്ല. ഇതൊക്കെ ഒരു മഹല്ല് സംഗമത്തിൽ പറയുന്നതിനറിയോ? ഒരു മഹല്ല് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു ആദർശ കുടുംബത്തിലെ കൂട്ടായ്മയാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നമ്മൾ കുട്ടിയെ തല്ലുന്നത് എന്തിനാ? നമ്മുടെ മോനെ തല്ലിയത് എന്തിനാ? നമ്മുടെ മോളെ തല്ലിയത് എന്തിനാ? നമ്മുടെ കൊച്ചു മകളെ തല്ലിയത് എന്തിനാ? നമ്മുടെ കൊച്ചുമോനെ തല്ലിയത് എന്തിനാ? അവൻ നശിച്ചു പോകണമെന്ന് വിചാരിച്ചിട്ടല്ല, അവനെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് എന്റെ കുട്ടി നന്നാകണമെന്ന് ആഗ്രഹിച്ചിട്ടാ. ഈ മഹല്ല് സംഗമത്തിൽ നമ്മുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികൾ, സലഫി ആദർശ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികൾ ഈ പള്ളിമുറ്റത്ത് വന്നിരിക്കുമ്പോ എന്തിനാ ഇങ്ങനെ പറയുന്നത്? നമ്മുടെ കൂട്ടത്തിൽ ഒരാളും പടച്ചവന്റെ കോടതിയിൽ നഷ്ടകാരിയായി, നഷ്ടപ്പെട്ടവനായി മാറരുത് എന്ന ഏറ്റവും നല്ല സദുദ്ദേശമാണ് എന്നെ ഇത് പറയിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഹൈറ്, അള്ളാഹു നമുക്ക് ഏറ്റവും നല്ല ബറക്കാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുട്ടികളുടെ വേഷം, കോളേജിലേക്ക് ഇപ്പൊ ചുരിദാർ വാങ്ങാൻ പോയാല്, ഇല്ല കൂട്ടരെ ചുരിദാർ ഒന്നും വാങ്ങാൻ കിട്ടൂല. നമ്മുടെയൊക്കെ മക്കള്, എനിക്കൊക്കെ 7 പെൺകുട്ടികളാ, ഞാൻ ഡ്രസ്സ് വാങ്ങാൻ പോവാറുണ്ട്, ചുരിദാർ ചോദിച്ചാൽ കിട്ടാനില്ല. തെരഞ്ഞു കുഴങ്ങാണ് നമ്മള്. എന്താ കാരണം അറിയോ? എന്താ കാരണം? എല്ലാ പെൺകുട്ടികളും പാന്റും ഈ പാന്റിന്റെ ഇതോടൊപ്പം നിൽക്കുന്ന ടോപ്പും വീട്ടിനുള്ളിലല്ല, അല്ല പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ ഒരു കോളേജിന്റെ മുറ്റത്ത് ചെന്നു നിന്നാൽ മുസ്ലിം കുട്ടിയേത് അമുസ്ലിം കുട്ടിയേത് അതൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇന്ന്. കാരണം അവളുടെ ഷർട്ട് പുരുഷന്റെ ഷർട്ട് പോലെ ഷർട്ടായി മാറി, അവൾ പുരുഷൻ അണിയുന്നത് പോലെയുള്ള സാധാരണ പാന്റായി മാറി, അല്ലേ? അതുകൊണ്ട് ചുരിദാറൊക്കെ ഒരു ഓൾഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാധാരണ ചുരിദാർ പോലും പെൺകുട്ടികൾ കണിയാൻ മടിയായിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മ ഇത് നല്ല രസമുണ്ട് എന്ന് പറയുമ്പോ ഉമ്മക്ക് ലോകം തിരിയില്ല എന്ന് കുട്ടി തിരിച്ചു പറയാൻ തുടങ്ങുകയാണ്. കാരണം വേഷവിധാനങ്ങൾ മാറുകയാണ്. കാസിയാത്തുൻ നാരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റൂസുഹുന്ന കഅസ്മീമത്തിൽ ബുഖ്തിൽ മായില യദ്ഖുൽനൽ ജന്ന വല യജിദിന റീഹഹാ.
അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാ. ചില സ്ത്രീകളുണ്ട് വസ്ത്രമണിഞ്ഞിട്ടും അവർ നഗ്നകളാണ്. വസ്ത്രം അണിഞ്ഞിട്ടുണ്ട് പക്ഷെ നഗ്നയാണ്. ഒരു പെൺകുട്ടി എങ്ങനെ പുറത്തിറങ്ങാൻ പാടില്ല, ആ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് അള്ളാഹ് എങ്ങനെ പറഞ്ഞോ ആ രൂപത്തിലാണ് ഇറങ്ങുന്നത്. വാപ്പ പറഞ്ഞാൽ കേൾക്കൂല, ഉമ്മ പറഞ്ഞാൽ കേൾക്കൂല. പാപ്പ അവസാനം പറയാറ് എത്ര പറഞ്ഞു, ഇനി ഓല ഇഷ്ടാവട്ടെ. ഉമ്മ പറയാ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇനി ഓല ഇഷ്ടത്തിനാകട്ടെ. അങ്ങനെ താന്തോന്നികളായി ഓരോ മഹലിലെ പെൺകുട്ടികളും പുറത്തിറങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാ വസ്ത്രമണിഞ്ഞിട്ടും അവർ അണിയാത്തവരെ പോലെയാണ്, നഗ്നകളാണ്. വീട്ടിനുള്ളിൽ അവരുടെ വാപ്പയും ഉമ്മയും അവരും മാത്ര അവർക്കൊരു സാധാരണ ഒരു ചെറിയ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുക, അതിനൊന്നും ഒരു പ്രശ്നമല്ല ഇല്ല. പിന്നെ ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണ് ഭർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നമല്ല ഈ പറയുന്നത്. ഭർത്താവും അവളും അവളുടെ കുട്ടികളും മാത്രം നിൽക്കുന്ന ഒരു സ്വകാര്യതയുടെ ലോകത്തുള്ള കാര്യമല്ല ഈ പറയുന്നത്. പുറത്തിറങ്ങുമ്പോ ഇല്ല പ്രിയപ്പെട്ടവര്, ഒരു ടീഷർട്ടും അണിഞ്ഞ് ഒരു സാധാരണ പാന്റും അണിഞ്ഞ് ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അല്ലെ കടിക കണ്ണുകളുമായി കാത്തിരിക്കുന്ന ആ പൂവാലന്മാരുടെ ഓവുപാലങ്ങളിൽ റോഡ് സൈഡുകളിൽ വെട്ടി വീണ ഇലക്ട്രിക് പോസ്റ്റുകളിലൊക്കെ ഇരുന്നു കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയാൻ കാത്തു നിൽക്കുന്ന ആളുകളുടെ നാവിന് ശക്തി കൊടുക്കാൻ അവരുടെ കണ്ണുകളെ കടിക കണ്ണുകളെ പോലെ ഈ നടന്നു പോകുന്ന പെൺകുട്ടികളുടെ അങ്കലാവണ്യങ്ങളിലേക്ക് കടിക കണ്ണുകളെ പോലെ തന്റെ നോട്ടങ്ങളെയും കാഴ്ചകളെയും തൊടുത്തുവിടാൻ കാരണക്കാരികളായി മാറുന്ന സഹോദരിമാർ. അതേ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാ സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവർക്ക് കിട്ടൂല. സ്വർഗം പോയിട്ട് സ്വർഗത്തിൽ നടിക്കുന്ന ഒരു സുഗന്ധം ഉണ്ടല്ലോ, അതുപോലും അവർക്ക് ലഭിക്കുകയില്ല. അള്ളാഹു ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു മഹല്ല് സംഗമം തുടങ്ങാൻ കുറച്ച് വൈകിട്ടുണ്ട്. ഇനി ബഹുമാനനായ ഷഫി സബാഹിയുടെ മനോഹരമായൊരു പ്രസംഗം ഇവിടെ നടക്കാനുണ്ട്. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികളുടെ മുടി വെട്ടുന്ന സ്ഥലത്ത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. മുടി ക്രോപ്പ് ചെയ്യാൻ പാടില്ല എന്ന് ഈ മിമ്പറിലെ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൺകുട്ടികളുടെ മുടി ഇങ്ങനെ ഒരു സൈഡ് എടുക്കുക പാടില്ലാത്തതാ. നമ്മുടെ മക്കളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം, പക്ഷേ ചിലപ്പോൾ കേൾക്കൂല. എന്താ ചെയ്യാന്നാണ് പറയാ. പക്ഷെ ബോധപൂർവം അവരെ ഇരുത്തി ബോധ്യപ്പെടുത്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്, ഗൗരവമായി പഠിപ്പിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട യുവാക്കളെ, 8ലും 9ലും 10ലും 11ലും 12ലും ഡിഗ്രിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അനുജന്മാരെ, മുടി ഒരു ഭാഗം താഴ്ത്തി വെട്ടി ഒരു ഭാഗം ഉയർത്തി വെക്കുന്ന ക്രോപ്പയ്യ എന്ന രീതി അള്ളാഹുവിന്റെ പ്രവാചകൻ കള്ള് കുടിക്കുന്നത് നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞതുപോലെ പാടില്ല എന്ന് പറഞ്ഞതാണ്. ചെറിയ കുട്ടിയല്ലേ, മോന്റെ കുട്ടിയാ. ഇത് വല്ലിപ്പ പള്ളിയിൽ 5 നേരം നിസ്കരിക്കാൻ വരുന്ന വല്ലിപ്പ ബാർബർ ഷാപ്പ് കൊണ്ടുപോയിട്ട് കുട്ടിയുടെ മുടി ഇങ്ങനെ വെട്ടിയിട്ട് കൊണ്ടുവരിക. നിങ്ങൾ അള്ളാന്റെ മുമ്പിൽ 5 നേരം നിസ്കരിക്കണ മനുഷ്യരാ. എന്റെ കുട്ടി അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത രൂപത്തിലേക്ക് നിങ്ങൾ ആക്കുക. ആൺകുട്ടികൾക്ക് സ്വർണം കെട്ടാൻ പാടില്ല എന്ന് അള്ളാഹ് പറഞ്ഞതാ, ദീന് പറഞ്ഞതാ. നമ്മൾ നിയമം മാറ്റുക. നമ്മൾ പറയാ ചെറിയ കുട്ടിയല്ലേ, അള്ളാഹ്ക്ക് അറിയില്ലേ? ചെറിയ കുട്ടി വലിയ മനുഷ്യനൊന്നും അള്ളാഹ്ക്ക് അറിയില്ലേ? എന്നാ അള്ളാഹ്ക്ക് പറഞ്ഞൂടെ? നിങ്ങൾ ചെറിയ കുട്ടികളാവുമ്പോ പ്രശ്നമില്ല എന്ന് പറഞ്ഞൂടെ? അള്ളാഹ് പറഞ്ഞിട്ടില്ല, നമ്മൾ തീരുമാനിക്കുക. അത് പ്രശ്നമല്ല, ചെറിയ കുട്ടി മൂപ്പരാണ് തീരുമാനിക്കുകയാണ്, പ്രശ്നമല്ല. അള്ളാന്റെ വാക്കിനൊന്നും ഒരു പ്രശ്നമില്ല, മുത്തുനബിയുടെ വാക്കിനൊന്നും ഒരു വിലയില്ല. നമ്മളത് പറയാം, അതൊന്നും പ്രശ്നമല്ല, ചെറിയ കുട്ടിയല്ലേ. ഒരു ആൺകുട്ടിയായവന് സ്വർണം കെട്ടാൻ പാടില്ലെന്ന് അള്ളാഹ് പറഞ്ഞാൽ, ഗിഫ്റ്റ് ആകട്ടെ വേറെ എന്തെങ്കിലും പേരിട്ടാവട്ടെ, അവന്റെ ശരീരത്തിൽ അണിയിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അത് വേണ്ടാന്ന് വെക്കാൻ നമുക്ക് കഴിയണം. പെൺകുട്ടികള് പുരികം ഷേപ്പ് ചെയ്യാൻ പാടില്ല എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞാൽ പിന്നെങ്ങനെ പുരികം പറിച്ചെടുത്ത് അതിങ്ങനെ ഒരു നൂല് പോലെ ഷേപ്പാക്കാൻ പാടില്ല എന്ന് അള്ളാന്റെ ദീന് പറഞ്ഞാൽ പിന്നെ അവിടെ ബ്യൂട്ടി പാർലറിന്റെ ആളുടെ നിയമം നമുക്ക് ബാധകല്ല. ഇരുന്ന് കൊടുത്തുകൂടാ. അള്ളാന്റെ റസൂല് പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്തൊക്കെയാണോ അള്ളാന്റെ ദീനിലുള്ളത് അതൊക്കെ ഒന്ന് പഠിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാവുക. ഈ പറഞ്ഞ ഭയങ്കര കാർക്കശ്യക്കാരനാവുക എന്നല്ല, ഭയങ്കര സ്ട്രോങ് ആവുക എന്നല്ല, മറിച്ച് നല്ല സ്വഭാവത്തിന് ഉടമയാവുക. കുട്ടികൾക്ക് മുമ്പിൽ കളിക്കുക, നന്നായിട്ട് താഴ്ന്നു കൊടുക്കുക, അവരോടൊപ്പം കളിക്കുക, ചിരിക്കുക, ഇടപെടുക ഒക്കെ ചെയ്യുക. നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറുക. അക്മലുൽ മുഅ്മിനീന ഈമാന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സനുഹും ഖുലുഖ, നല്ല സ്വഭാവമുള്ള ആള് അവർക്കാണ് ഈമാൻ പൂർത്തീകരിച്ച ആളുകളുടെ കൂട്ടത്തില് പ്രവാചകൻ എണ്ണിയത്. ഭാര്യയോട് മാന്യമായി പെരുമാറുക, നാട്ടുകാരോടൊക്കെ വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ആളാ. നല്ല കതറിന്റെ കുപ്പായിട്ട് കോൺഗ്രസിന്റെ ആളാ, CPM-ന്റെ ആളാ
ആളാ, ലീഗിന്റെ ആളാ. ഭാര്യനോട് ഭയങ്കര ചാട്ട, മക്കളോട് ഭയങ്കര ചാട്ട. അവിടെ ഭാര്യ പറയും, നിങ്ങളിങ്ങനെ ആൾക്കാരുടെ ഇടയിൽ വലിയ ആളാ, ഞങ്ങളോട് ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ നേരല്ല, മിണ്ടാൻ നേരല്ല, എന്തെങ്കിലും പറഞ്ഞങ്ങോട്ട് ചാടുകയാണ്. പാടില്ല. ഭാര്യയോട് മാന്യമായി പെരുമാറുക. ആ മനുഷ്യരെന്ന നിലക്ക് പോരായ്മകൾ ഉണ്ടാവാം, അത് തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ വാക്കിൽ എന്തെങ്കിലും അക്ഷരപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തി വായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വേദി ബഹുമാന്യനായ സുഹൃത്ത് ഷാഫി സബാഹിക്ക് വേണ്ടി ഞാൻ വഴിമാറുകയാണ്. നമ്മുടെ പ്രസംഗം കഴിഞ്ഞ് നമ്മുടെ ജമാഅത്ത് അങ്ങനല്ലേ, അവസാനമാണ് നമ്മുടെ ജമാഅത്ത് ഇൻഷാ അല്ലാഹ് നടക്കുക. ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കുമുള്ള ഭക്ഷണം നിങ്ങളുടെ കൈകളിലേക്ക് തന്ന് ജമാഅത്ത് കഴിഞ്ഞ് ആ ഭക്ഷണം വാങ്ങിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം കണക്കാക്കാതെ ഷാഫി സബാഹിയുടെ ആ മനോഹരമായ സംസാരത്തിന് വഴിമാറിക്കൊടുത്ത് ഹാർദമായി അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും സംഭവിച്ചു പോയ പിഴവുകളെ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന മക്കളാക്കി അള്ളാഹു നമ്മെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കാനികന്മാരിൽ ആർക്കെങ്കിലും തൗഹീദ് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചം അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടിയിൽ വരാൻ പറ്റാതെ ഹോസ്പിറ്റലിൽ കഴിയുന്ന നമ്മുടെ മഹലിൽ ആളുകളുണ്ട്, കിഡ്നി പേഷ്യന്റുകളുണ്ട്, അതുപോലെ തന്നെ ക്യാൻസർ രോഗികളുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കോഴിക്കോട്ടുകാരനായ ഒരു സുഹൃത്ത് ഹൈന്ദവ സഹോദരനാണെങ്കിലും അദ്ദേഹം മംഗലാപുരത്ത് കർണാടകയിൽ സുറത്കല്ല് ഭാഗത്ത് മണ്ണിടിഞ്ഞ് 5 ദിവസമായി അദ്ദേഹത്തിന്റെ ലോറിയും അദ്ദേഹമൊക്കെ മണ്ണിനടിയിലാണ്, തെരച്ചിലടക്കുക. ഞാനൊരു ഉദാഹരണം പറയുന്നത്. അതുപോലെയുള്ള ഒരുപാട് സംഭവം വേറെയും ആളുകളുടെ വാഹനങ്ങളും കുറെ ആളുകളും കാണാനില്ല, മിസ്സിംഗ് ആണെന്ന് പറയുന്നു. നോക്ക് നിങ്ങൾ, ദുരന്തങ്ങൾ പലതും കടന്നു വരിക. മലപ്പുറം ജില്ലയിൽ മതിൽ പൊളിഞ്ഞു വീണ് 4 പേര് മുമ്പ് മരിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. ആ കാല വിപത്തുകളുടെ മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. കവളപ്പാറയിലെ സംഭവങ്ങൾ നമ്മൾ മറന്നുപോയിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ ദുരിതത്തിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിക്കുന്നത് വരെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സംസാരിക്കാനും പ്രവർത്തിക്കാനുമുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. തെറ്റിയും പിണങ്ങിയും നിൽക്കുന്നവർക്ക് ഇണങ്ങാൻ ഈ മഹൽ സംഗമം ഒരു കാരണമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.